നെൽവയലുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങളിപ്പോൾ. വയനാട് ജില്ലയിലെ നമ്പിക്കൊല്ലി എന്ന സ്ഥലത്തെത്തിയപ്പോൾ കണ്ണെത്താ ദൂരത്ത് കൊയ്ത്തിന് പാകമായ നെൽവയലുകൾ കാണാനിടയായി. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം കൃഷിയിലൂടെ, വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിരീതിയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ നാസർ നീലഗിരി. നെൽകൃഷി കർഷകന് വരുമാനമാർഗവും അതോടൊപ്പം തന്നെ അന്യം നിന്നു പോകാനിടയുള്ള അപൂർവ ഇനം നെൽവിത്തുകളെ കണ്ടെത്തി തൻ്റെ കൃഷിയിടങ്ങളിൽ പരീക്ഷണം നടത്തി വിജയം കൈവരിക്കുകയും ചെയ്ത പ്രസീദ് ബത്തേരി തൻ്റെ വയലുകൾ സന്ദർശിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചു. എൻ്റെ പേര് പ്രസീദ് കുമാർ എന്നാണ് എൻ്റെ പേര്. ഞാൻ സുൽത്താൻ ബത്തേരി സ്വദേശിയാണ്. സുൽത്താൻ ബത്തേരി ചുങ്കം ബസ് സ്റ്റാൻഡ് പിൻവെസ്റ്റാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കൃഷിയിടുള്ളത് നമ്പിക്കൊല്ലിയും പാണയമ്പത്തുമാണ് എൻ്റെ കൃഷി ചെയ്യുന്ന ഇടങ്ങളുള്ളത്. പിന്നെ ഞാൻ 125ഓളം സൈസ് നെല്ലുകൾ കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാം ഇതൊക്കെ ഔഷധ ഗുണങ്ങളുള്ള ഇന്ത്യയിലെ അപൂർവമായ സാധനങ്ങളാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന നെൽവിത്തുകൾ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ നെൽവിത്തുകൾ ലോകം മൊത്തം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം തന്നെ വിത്തുകൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കർഷകർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലൂടെ www.praseedpaddy.com എന്നാണ് നമ്മുടെ സൈറ്റിൻ്റെ പേര്. ആ സൈറ്റിലൂടെ ആൾക്കാർ ഓൺലൈനിൽ കയറിയിട്ടാണ് നമ്മൾ വിത്തുകൾ ഇന്ത്യേൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർഷകർക്ക് അതൊരു അനുഗ്രഹമാണ്, നമുക്കൊരു അനുഗ്രഹമാണ്, ഒരു വരുമാന മാർഗ്ഗമാണ്, നമ്മുടെ ജീവിതമാർഗ്ഗം അതാണ്. അപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിത്തുകൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പോയി കണ്ടെത്തി അത് കൃഷി ചെയ്ത് ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് നമ്മൾ തൊഴിൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കരി ബസ്മതി എന്ന് പറഞ്ഞ നെല്ലിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇത് ഗർഭിണികളുടെ തളർച്ചയ്ക്കും വളർച്ചയ്ക്കുമായിട്ട് ഉപയോഗിക്കുന്നതായ ഒരു നെല്ലിനമാണ് ഇത് കരി ബസ്മതി. അതേമാതിരിയുള്ളതാണ് പിന്നെ ക്ലീരോ എന്ന് പറഞ്ഞൊരു നെൽവിത്താണത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന നസർബാത്ത് എന്ന് പറഞ്ഞ നെൽവിത്താണ് അപ്പുറത്ത് കാണുന്നത്. അങ്ങനെ ഏകദേശം ഇവിടെ ഒരു 53ഓളം തരം നെൽവിത്തം ഞങ്ങൾ 3 പാടങ്ങളിലായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വർഷം. അത് കോവിഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കുറച്ചത്. മൊത്തം ഇല്ലെങ്കിൽ 125ഓളം തരം നെൽവിത്തിനെയാണ് സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ 1 മാസം കൂടി ഇത് പാകാകണ്ടോ ഏട്ടാ? ഇതാ ഇത് നസർബാത്ത് വയലറ്റ്. ഈ അരിൻ്റെ പ്രത്യേകത? ഇതൊക്കെ മെഡിസിൻസ് ആയ അരികളാണ്. എന്താണ് മെഡിസിൻ ഇതിൽ? നമ്മളെ ഈ തളർച്ച വിളർച്ചൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഏത് പാടത്തും കണ്ണ് പറ്റാതെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നടുന്ന സാധനമാണ്. അത് നമ്മൾ അവിടെ കണ്ടില്ല, കുറച്ച് നട്ടു വെച്ച്. അപ്പോൾ ആൾക്കാർ ഒരു കണ്ണേറിനും കൂടി നെല്ലായിട്ടാണ് ഉത്തരേന്ത്യയിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ മൊത്തം വയലറ്റ് ആയിരിക്കും. നെല്ലിൻ്റെ കളറൊക്കെ നല്ല വയലറ്റ് ആയിരിക്കും. നല്ല ഭംഗിയുള്ള നെല്ലുകളാണ്. ഇതാണ് രക്തശാലി. ഇതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ തനതിനാണ് രക്തശാലി. ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഇതിനാണ് ഇപ്പോൾ രണ്ടാമത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും വീണ്ടും കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? നമ്മളെ രക്തത്തിൽ നമ്മുടെ ശരീരത്തിന് നല്ല പവറും ഓജസ്സും കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നുവെച്ചാൽ പണ്ട് കാലത്ത് രാജാക്കന്മാർ രാജഭടന്മാർക്ക് വേണ്ടിയിട്ട് രാവിലെ അവർക്ക് പടയായുധങ്ങളൊക്കെ ഏറ്റി പോകുമ്പോൾ അവർക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് കഞ്ഞി വെച്ച് കൊടുത്തിരുന്ന സാധനമാണ് രക്തശാലി. അങ്ങനെ ആ പവർഫുള്ള് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ ഇതാണ്. ഇതൊക്കെ നമ്മൾ പിന്നെ ഈ പ്രമേഹ രോഗികൾക്ക് ഈ രക്തശാലി അരി കൊണ്ടുള്ള ഗുണമുണ്ട്. ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് നമുക്ക് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയാണ് പ്രമേഹ രോഗിക്ക് കൂടുതൽ സംഭവിക്കുക. അപ്പോൾ അവർക്ക് ഈ സൈസ് കഞ്ഞികൾ കുടിക്കുമ്പോൾ അവരെ കാൽസ്യത്തിന് നിലനിർത്താൻ സഹായിക്കും. എല്ലിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ വേറൊരു നെല്ലുണ്ട്, ഇവിടെ തന്നെ തൊട്ടപ്പുറത്തൊരു നെല്ലുണ്ട്. ആ നെല്ലിൻ്റെ പേരാണ് സിന്ദൂര മധുശാല. അത് ഈ ഷുഗർ പേഷ്യൻ്റ് കഴിക്കേണ്ടതായ ഒരു നെല്ലിനാണ്. അതേമാതിരി തന്നെ നമ്മൾ കേരളത്തിൻ്റെ ഒരു തനതിനാണ് ആ കാണുന്ന കൗങ്ങിൻ പൂത്താല എന്ന് പറയുന്നൊരു നെല്ലുണ്ട്. അത് ആ പച്ചപ്പ് മുന്നോട്ട് കണ്ടില്ലേ, ആ കൗങ്ങിൻ്റെ പൂക്കല മാതിരിയാണ് വരിക. അത് ശരിക്കും ഷുഗർ പേഷ്യൻ്റ് കഴിക്കേണ്ടതായ സംഭവമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ടെന്ന് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ അപ്പം തന്നെ ന്യൂ ജനറേഷൻ അസുഖങ്ങളും കൂടി വരും. ഇപ്പോൾ കർഷകരോട് നമുക്ക് പറയാനുള്ളത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതേമാതിരിയുള്ള സാധനങ്ങൾ നമ്മൾ വീണ്ടും കൃഷി ചെയ്ത് രണ്ടാമത് കൃഷി ചെയ്ത് കൊണ്ടുവരും. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വളങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ അമ്പലവേലി KVKൻ്റെ നേതൃത്വത്തിലാണ് ഇത് ഫുള്ള് കൃഷി ചെയ്യുന്നത്. അമ്പലവേലി KVKയിലെ ശാസ്ത്രജ്ഞന്മാരും അവരുടെ സയൻറ്റിസ്റ്റുകൾ അവർ വന്നിട്ടാണ് ഇത് മൊത്തം നോക്കിയിട്ടാണ് അവർ വന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് നീക്കി തരുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പാടം കൊയ്ത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ അടുത്ത് നാടൻ വെച്ചൂർ പശുക്കളുണ്ട്. പശുക്കളെ ചാണകം 9 ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. അവരുടെ ചാണകങ്ങൾ മൊത്തം കൊണ്ടുവന്ന് പാടം മൊത്തം ഇട്ട് പൂട്ടി, പിന്നെ കുമ്മായിട്ട്, പിന്നെ നമ്മൾ സദാ കൃഷി ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത്. പിന്നെ വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അമ്പലവയിൽ കേൾവിക്കേണ്ട രീതിയിൽ കൃത്യത കൃഷിയാണ്. ഓരോ ദിവസം നമ്മൾ എന്താണോ നെല്ലിന് വേണ്ടത് അവർ നോക്കിയിട്ട് അവർ പറയുന്നതിന് അടിസ്ഥാനത്തിൽ മണ്ണ് പോലും പരിശോധിച്ചിട്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓർഗാനിക് കൃഷിയാണോ അതോ? ഓർഗാനിക് അങ്ങനെ പറയാം. പ്രത്യേകിച്ചിട്ട് അവരാണ് വന്നിട്ട് നെല്ലിന്റെ വളർച്ചയും കാര്യങ്ങളും നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രമേ രാസവളങ്ങളിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെ കാര്യമായിട്ട് രാസവളങ്ങളിലേക്ക് വരുന്നില്ല. ഇല്ല, അതായത് 90% ജൈവം തന്നെയാണ്, ജൈവവളങ്ങൾ ഉപയോഗിച്ച്. പിന്നെ വേറെ കാര്യം, കേടുകളൊക്കെ വന്ന് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ നെല്ലിൽ ഒരു പുഴുക്കേട് വന്നിട്ട് മൊത്തത്തിൽ 3 സൈസ് പുഴുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു മരുന്നടിക്കേണ്ട ഒരു ആവശ്യം വന്നു. സാധാരണ വരലില്ല, പക്ഷെ പുഴുക്കേട് വന്നപ്പോൾ എന്ത് പറ്റി, നമ്മൾ മരുന്ന് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ അമ്പലവയിൽ KVK പിന്നെ അപർണ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സഞ്ജു സാംസൺ കാർഷിക കോളേജിലുള്ള സഞ്ജു എന്ന് പറഞ്ഞ ഒരു, അതേമാതിരി ഇന്ദുലേഖ, അവരൊക്കെ വന്ന് അവരായ ആൾക്കാരിവിടെ വന്ന് ഫുൾ പരീക്ഷിച്ച് എന്താണോ കുറവ് ഒക്കെ നോക്കി ആ നേതൃത്വത്തിലേ ചെയ്യുള്ളൂ. ഇപ്പം നമ്മളെല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഈ കാല നമുക്ക് നെല്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് 2 വാക്ക് പറയാം. ഇത് കാല നമുക്ക് നെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ മലയാള അർത്ഥം കറുത്ത ഉപ്പ് എന്നുള്ളതാണ്. അപ്പോൾ കിഡ്നി ഫെയിലിയർ, അൾഷിമേഴ്സ് എന്നുള്ള രോഗത്തിന് വേണ്ടിയുള്ള ആൾക്കാർക്ക് 4600 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീബുദ്ധൻ കണ്ടെത്തിയൊരു സംഭവമാണ് ഇത്. അവരെ പരമ്പരപ്പെട്ട സന്യാസിമാരാണ് ഇത് കണ്ടെത്തിയിട്ട്. അപ്പോൾ ഇത് കിഡ്നി ഫെയിലിയർ, അൾഷിമേഴ്സോ പറയും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഭക്ഷണങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇടയ്ക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് അരിയും കൂടെ ആഡ് ചെയ്യുക. അതേമാതിരി കഞ്ഞി വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക, പലഹാരങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെയുള്ള സംഭവത്തിൻ്റെ ഒരു നെല്ലാണ് ഈ കാലം. ഇത് 1 കിലോത്തിന് എന്ത് വില വരും? ഇതൊക്കെ വിത്തിന് നമ്മൾ ഏകദേശം ഒരു 1000 രൂപ വിലയ്ക്ക് കൊടുക്കുക. ഇത് വിത്ത് മധുശാല. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഷുഗർ പേഷ്യൻ്റ് ഉപയോഗിക്കേണ്ട ഒരു നെല്ലാണ്. അരി ഷുഗർ പേഷ്യൻ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ നിലവിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത് കർണാടകത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നാണ്, ഒരു ഗ്രാമത്തിൽ, ഷിമുഖ എന്നൊരു ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നത്. സിന്ദൂര മധുശാല. ഇതാണ് ബ്ലാക്ക് ജാസ്മിൻ എന്ന് പറഞ്ഞ നെല്ലിൻ്റെ ഇതാണ്. ഇത് 100 ദിവസമാണ് ഇതിൻ്റെ മൂപ്പ് വരുന്നത്. അതേമാതിരി ഈ നെല്ലിൻ്റെ കളർ, അരിയുടെ കളർ വയലറ്റ് കളറാണ്. അതേമാതിരി വയലറ്റ് കളറാണ് അരിയുടെ കളർ. ഇതൊക്കെ ഫുള്ളി മെഡിസിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഫുള്ളി മെഡിസിൻ ആയിട്ടുള്ള സംഭവം. ഫുള്ളി വയലറ്റ് കളറാണ്. ഇത് ബ്ലാക്ക് ജാസ്മിൻ എന്ന് പറയും. ബ്ലാക്ക് 17 സൈസ് ബ്ലാക്ക് ഉണ്ട് ഇന്ത്യയിൽ. അതിൽ നമുക്ക് എൻ്റെ അടുത്തൊരു 5 സൈസ് ബ്ലാക്ക് ഞാൻ കണ്ടെത്തിക്കൊണ്ടു. മൂപ്പായിട്ടില്ല, ഇതൊന്നും ആയിട്ടില്ല, അത് വരുന്നു. ഇത് ഈ നെൽവിത്ത് ആക്കണമെങ്കിൽ നെല്ല് നമ്മൾ കറുത്ത വാവ് വെളുത്ത വാവ് നോക്കിയിട്ടാണ് കൊയ്യുക, പൗർണമി നോക്കിയിട്ടാണ് കൊയ്യുക. അപ്പോൾ കറുത്ത വാവ് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞിട്ടും വെളുത്ത വാവ് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നെല്ല് കൊയ്യുള്ളൂ വിത്തിനുള്ളത്. കൊയ്ത് കഴിഞ്ഞാൽ നമ്മൾ 7 മഞ്ഞും 7 വെയിലൊക്കെ കൊള്ളിച്ചിട്ടാണ് ഇത് വിത്താക്കി മാറ്റുക. കടും വെയിലല്ല, തണലൊക്കെ ഇട്ട് ഉണക്കി അത് കരുത്താക്കി മാറ്റിയതിന് ശേഷമാണ് വിത്തായിട്ട് ആൾക്കാർക്ക് കൊടുക്കുക. മാന്യപ്രേക്ഷകരെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി ഉടൻ വരാം. നാസർ നീലഗിരി.